അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 9, 1986 അമേരിക്കയിലെ ടെക്സാസിലെ സാൻ ആന്റോണിയോയുടെ ഔട്ടറിലുള്ള വലിയ ആളുകളൊന്നും ഇല്ലാത്ത ഒരു റോഡിലൂടെ ഒരാളിങ്ങനെ നടന്നു വരികയായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ ആളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ആൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചങ്ങോട്ട് മാറിയിട്ട് എന്തോ ഒന്ന് കിടക്കുന്നതായിട്ട് ആളുടെ ശ്രദ്ധയിൽ വിടുകയാണ്. ഏതാണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൾ അതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ആൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോവുകയായിരുന്നു. അത് വേറൊന്നും ആയിരുന്നില്ല, മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡി ആയിരുന്നു. ഫുൾ നേക്കഡ് ആയിട്ടായിരുന്നു അവിടെ ആ ഒരു ബോഡി കിടക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ട് പേടിച്ച അയാൾ അവിടെ കിടന്ന് ഒച്ച വെക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. ആ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്തു. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്തിയ ഒരു ക്രൈം സീൻ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു കൊലപാതകമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. അതിനോടൊപ്പം തന്നെ ഈ ഒരു കൊലപാതകം അവിടെ വെച്ച് നടന്നതല്ല എന്നും വേറെ എവിടെയോ വെച്ച് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം ബോഡി അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ബിലോങ്ങിങ്സോ മറ്റോ ചുറ്റെവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഡ്രസ്സ് ഫോൾഡ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ചുരുട്ടി കൂട്ടിയൊന്നും ആയിരുന്നില്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് റോൾ ചെയ്തിട്ടായിരുന്നു വെച്ചിരുന്നത്. അതും മിലിറ്ററി ടൈപ്പ് ഫോൾഡിംഗ് ആയിരുന്നു. അത് പോലീസുകാരിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. അതായത് സാധാരണഗതിയിൽ പൊതുജനങ്ങൾ അങ്ങനെ ഡ്രസ്സ് ഫോൾഡ് ചെയ്യില്ല. മിലിറ്ററി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും മെജോറിറ്റിയും അങ്ങനെ ഡ്രസ്സ് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലീഡ് പിടിച്ചിട്ട് പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു കേട്ടോ. ഈ ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ കേസ് ഏകദേശം 2 വർഷത്തോളം അവർക്ക് വലിയൊരു തലവേദനയാകുമെന്നും അതിനുശേഷം ചെറിയൊരു കാര്യം കൊണ്ട് ആ ഒരു കേസ് സോൾവ് ആകുമെന്നും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു കേട്ടോ. ടെക്സാസ് ഹെൽത്ത് സയൻസ് സെൻ്ററിലത്തെ ഒരു നഴ്സായിരുന്നു വിക്ടിം. കാത്ലീൻ ലിപ്സ്കോം എന്നായിരുന്നു കേട്ടോ അവരുടെ പേര്. അപ്പോൾ വിക്ടിമാരാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് കില്ലറിനെ കണ്ടുപിടിക്കണം. അങ്ങനെ കാത്ലീനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവർക്ക് ഏകദേശം 30 വയസ്സായിരുന്നു പ്രായം. അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു. സാൻ ആന്റോണിയോയിൽ തന്നെയായിരുന്നു അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നത്. അവർക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാത്ലീൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ. അപ്പോൾ ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ വർഷങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് 2 കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഇവർക്കും ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ബില്ലിനും ഇടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിട്ട് തുടങ്ങിയിട്ട് ആ ഇഷ്യൂ അവസാനം വലുതാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കസ്റ്റഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ കാത്ലീൻ്റെ കൂടെ ആയിരിക്കും കുട്ടികൾ ഉണ്ടാവുക, വീക്കെൻഡ്സിൽ ബില്ലിൻ്റെ കൂടെ ആയിരിക്കും കുട്ടികൾ ഉണ്ടാവുക. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാര്യം അവർ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു അവരുടെ ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജൂൺ 8-ാം തീയതി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾ രണ്ടുപേരും അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ 8-ാം തീയതി ഈവനിങ് ടൈം ആയപ്പോൾ ഈ കാത്ലീൻ വിളിക്കാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മക്കളിരിക്കുകയായിരുന്നു. അപ്പോൾ കാത്ലീനെയും കാത്ത് അവളും ആ ഒരു വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം സാധാരണ വരുന്നൊരു ടൈമായിട്ടും കാത്ലീൻ എത്തിയില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരും എന്ന് അവർ വിചാരിച്ചു. നഴ്സും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും എന്നൊക്കെ അവർ വിചാരിച്ചു. അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്യാണ്. എന്നാൽ അന്ന് ലേറ്റ് നൈറ്റ് ആയിട്ടും കാത്ലീൻ അങ്ങോട്ട് എത്തിയില്ല. ഇനിയിപ്പോൾ കാത്ലീൻ സ്വന്തം അപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ടുണ്ടാവോ എന്നുള്ളൊരു സംശയത്തിൽ ബില്ല് കുട്ടികളെയും കൊണ്ട് കാത്ലീൻ്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തോട്ട് എത്തുകയാണ്. എന്നാൽ കാത്ലീൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തെവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയൊക്കെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കാത്ലീൻ വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ കുട്ടികളും ബില്ലും അവിടെ വെയിറ്റ് ചെയ്തു. എന്നാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കാത്ലീൻ അവിടെ എത്തിയില്ല. അപ്പോൾ അവർ അവിടെ വന്നിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ലെറ്റർ എഴുതിയിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ബില്ലിൻ്റെ വീട്ടിലോട്ട് പോരുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ജൂൺ 9-ാം തീയതി. അന്ന് കാത്ലീൻ്റെ അമ്മക്ക് ഒരു കോള് വരികയാണ്. കാത്ലീൻ്റെ കൊളീഗായിരുന്നു വിളിച്ചത്. ഇന്നെന്തേ കാത്ലീൻ വർക്കിന് വരാത്തത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ ഒരു ചോദ്യം ചോദിച്ചത്. ഇത് കേട്ട് കാത്ലീൻ്റെ അമ്മ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ഓൾറെഡി അവർക്കറിയാം കഴിഞ്ഞ ദിവസം കാത്ലീൻ കുട്ടികളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയൊക്കെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ട് വർക്കിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം കാത്ലീൻ ഇതേപോലെ തന്നെ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോവാതിരുന്നത് എന്നുള്ളൊരു തോട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത്. സോ തിങ്കളാഴ്ച വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാത്ലീൻ കുട്ടികളെയും പിക്ക് ചെയ്തിട്ട് അപ്പാർട്ട്മെന്റിലോട്ട് എത്തുമെന്നുള്ളൊരു തോട്ടിലിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് ഇങ്ങനൊരു കോള് വരുന്നത്. ഈ ഒരു കോള് കേട്ട് അവർ ആകെപ്പാടെ പാനിക് ആവുകയാണ്. അപ്പോൾ കാത്ലീൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്.
കാത്ലിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയല്ല. അതായത് അവർ വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ പറയാതെ ലീവ് എടുക്കുന്ന ഒരാളൊന്നുമല്ല. അതായത് ഇപ്പോൾ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു സമയത്ത് ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സമയത്തിന് ചെന്ന് പിക്ക് ചെയ്യും. പിന്നെ ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നേ ഇൻഫോം ചെയ്യും. ജോലിനോടൊക്കെ അത്ര ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. സോ ഇങ്ങനെ പറയാതെ ലീവ് എടുക്കുന്നതോ അതേപോലെ തന്നെ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് വരാതിരിക്കുന്നതോ അവരുടെ സ്വഭാവത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ആകെപ്പാടെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ കാറ്റ്ലിൻ്റെ അമ്മ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി. അതിന് പാരലായിട്ടായിരുന്നു ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് സാൻ ആൻ്റോണിയോയുടെ ഔട്ടറിൽ ഇതേപോലെ തന്നെ ഒരു ബോഡി കണ്ടെത്തുന്നതും ആ ഒരു ബോഡി പോലീസുകാരെ റിക്കവർ ചെയ്യുന്നതും അത് കാറ്റ്ലിൻ ആണെന്ന് മനസ്സിലാകുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു നടന്നത്. ഈ ഒരു വിവരം പറഞ്ഞ കാറ്റ്ലിൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാനായിട്ട് സാധിച്ചില്ല. അതായത് കഴിഞ്ഞ ദിവസം കാണാനില്ല, തൻ്റെ മകളെ മിസ്സിംഗ് ആയെന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ നേരെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയത്. എന്നാൽ അവർ കേട്ട വാർത്ത വേറൊരു തരത്തിലായിരുന്നല്ലോ. പോലീസുകാരങ്ങനെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ പ്രൈം സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ബില്ലായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബില്ലും കാറ്റ്ലിനും തമ്മിൽ ഒരുപാടധികം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇയാൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു തോട്ടിൽ ആളെ പോലീസുകാർ സ്റ്റേഷനിലോട്ട് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ആളുടെ ശരീരവും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചു. അതായത് ഇയാളാണ് കൊലപ്പെടുത്തിയതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിൾ നടന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. സ്ട്രഗിൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ മേലും എന്തെങ്കിലുമൊക്കെ പാടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടായിരുന്നു ആളുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തത്. എന്നാൽ സംശയിക്കുന്ന രീതിയിലുള്ള യാതൊരു പാടുകളും ആളുടെ ബോഡിയിൽ നിന്ന് പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പോലീസുകാർ തന്നെ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരുടെ സസ്പെക്ട് ലിസ്റ്റിൽ താനുണ്ട് എന്നുള്ളൊരു കാര്യം ഇയാൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ബില്ല് പറഞ്ഞു, എനിക്കും കാറ്റ്ലിൻ്റെ മേഡറിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഈ കഴിഞ്ഞ വീക്കെൻഡ് മുഴുവൻ താൻ തൻ്റെ കുട്ടികളുടെ കൂടെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അത് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കിക്കൊള്ളാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അത് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ആ വീക്കെൻഡ് കംപ്ലീറ്റ് അച്ഛൻ അവരുടെ ഒപ്പം ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കുട്ടികൾ മറുപടി പറഞ്ഞത്. അങ്ങനെ ആ ഒരു സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും അയാളുടെ പേര് ക്ലിയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കാറ്റ്ലിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവരെ ആരോ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ വയറ്റിൽ ദഹിക്കാത്ത കുറച്ച് ഫുഡ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവരുടെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം, അതായത് അധികം വൈകാതെയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. അപ്പോൾ കാറ്റ്ലിൻ കൊല്ലപ്പെട്ടത് ഞായറാഴ്ച ഡിന്നറിന് ശേഷമാണെന്നും അതുപോലെ തന്നെ നേരം വെളുക്കുന്നതിന് മുൻപായിരിക്കാം ആ ഒരു ബോഡി അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ പോലീസുകാരുടെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ മരിക്കുന്നതിനും കുറച്ച് നേരങ്ങൾക്ക് മുൻപ് ഇവർ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. യെസ്, ഇവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിന്നർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ബില്ലായിരിക്കില്ല എന്നുള്ളത് പോലീസിന് തീർച്ചയായിരുന്നു. കാരണം ഇവർ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അങ്ങനെ ഇവർക്ക് വേറെ ബോയ് ഫ്രണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു ക്യാരക്ടർ ആ ഒരു കേസിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഡോക്ടർ ഡേവിഡ് പേൾ എന്നായിരുന്നു കേട്ടോ ആളുടെ പേര്. ആള് കാറ്റ്ലിൻ്റെ കൊളീഗായിരുന്നു. ഈ ഒരു ഡോക്ടർ ഡേവിഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആളുടെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഡേവിഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് കാറ്റ്ലിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ തമ്മിൽ ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആളുടെ ഭാര്യയും തമ്മിൽ ഒരുപാടധികം പ്രശ്നത്തിലാണ്. എന്തായാലും ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ കാറ്റ്ലിനെ ആളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഇയാൾ ഇതേപോലെ തന്നെ ഒരുപാടധികം സ്ത്രീകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുള്ളതായിട്ടും പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. ഇനിയിപ്പോൾ കാറ്റ്ലിൻ അതറിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടർ ഡേവിഡ് ആണോ ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ളൊരു തോട്ടിൽ പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഡിന്നർ കഴിച്ചത് അയാളോടൊപ്പമാണെന്നുള്ളത് പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. എന്നാൽ ആ ഒരു കൊലപാതകവും ആളും തമ്മിലുള്ള ലിങ്ക് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് അയാളുമായിട്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റായിട്ട് ആ ഒരു മേർഡറും ഡോക്ടർ ഡേവിഡും തമ്മിലുള്ള ഒരു ലിങ്ക് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൊലപാതകവുമായിട്ട് ആൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഡേവിഡിൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടാണ് കാറ്റ്ലിൻ പോയതെന്നുള്ളതിനെ കുറിച്ച് അറിയോ എന്നുള്ളത് ഈ ഡേവിഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തോ അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെന്നുള്ളൊരു രീതിയിലായിരുന്നു ആളുടെ മറുപടി. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഇവരുടെ എക്സ് ഹസ്ബൻഡായിട്ടുള്ള ബില്ലല്ല കില്ലർ, അതേപോലെ തന്നെ ഇവരുടെ കറണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ ഒരു ഡോക്ടർ ഡേവിഡും അല്ല കില്ലർ.
അങ്ങനെ പോലീസുകാർ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സസ്പെക്ട് ലിസ്റ്റിലോട്ട് വേറെ ഒരു പേര് ഏടാവുന്നത്. വിൻസെന്റ് എന്നുള്ളൊരു പേരായിരുന്നു അത്. ആളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളും ഈ ഒരു കാറ്റ്ലിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു നേഴ്സായിരുന്നു. അതേപോലെ തന്നെ കാറ്റ്ലിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു ആളും താമസിച്ചിരുന്നത്. രണ്ടുപേരും ഷെയർ ചെയ്തിട്ടായിരുന്നു ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മേർഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ആള് പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് രാജിവെച്ചെങ്കിൽ പോയ പോലെയാണ്. പിന്നെ ആളെക്കുറിച്ച് എവിടെ പോയി, എന്താണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടും ആർക്കും അറിയില്ല. ആള് മിസ്സിംഗ് ആണ്. എന്തിനേറെ പറയുന്നു, ആള് വർക്ക് ചെയ്തതിന്റെ പേച്ചക്ക് പോലും വാങ്ങാതെ ആയിരുന്നു ആള് ആ ഒരു നാട്ടിൽ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിൻസെന്റിനും ഈ ഒരു കൊലപാതകത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ പോലീസുകാർ ഇയാളെ തപ്പി ഇറങ്ങുകയാണ്. ആ ഒരു സമയത്താണ്, അതായത് കാത്ലിൻ മരിച്ചിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞ സമയത്താണ് കാത്ലിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിൽ നിന്നും കാത്ലിൻ്റെ കാറ് പോലീസുകാർ കണ്ടെത്തുന്നത്. ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസോ കാര്യങ്ങളോ കിട്ടുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറൻസിക് അധികൃതരും മറ്റൊക്കെ ആ ഒരു കാറ് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കുകയായിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള എവിഡൻസും ആ ഒരു കാറിൽ നിന്നും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സും അതേപോലെ ബാക്കിയുള്ള ബിലോങ്ങിങ്സും എല്ലാം ഒന്നുകൂടെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിൽ ഒരു റെഡ് ഷെയ്ഡുള്ള ഒരു 2-3 മുടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെഡ് കളർ മുടിയുള്ള ആരെങ്കിലും ആയിരിക്കുമോ ഈ ഒരു കില്ലർ, അല്ലാന്നുണ്ടെങ്കിൽ കില്ലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള റെഡ് കളർ ഹെയർ ഉണ്ടാവുമോ എന്നുള്ളൊരു തോട്ട് പോലീസിന് ഉണ്ടാവുകയാണ്. അന്ന് പിന്നെ ഒരു DNA ടെസ്റ്റും കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പോലീസുകാർ നോക്കുന്ന സമയത്ത് ബില്ലിനും റെഡ് കളർ മുടിയില്ല, ഡേവിഡിനും റെഡ് കളർ മുടിയില്ല, ഈ വിൻസെന്റിന്റെ മുടിയുടെ കളറും റെഡ് അല്ല. അങ്ങനെ പോലീസുകാർ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് വിൻസെന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. ഗാൽവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താളുണ്ടെന്നുള്ളതായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ. നേരെ പോലീസുകാർ അങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ ആളുടെ ഹോം ടൗൺ ആയിരുന്നു അത്. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ ആ സമയത്ത് ആൾ നഴ്സായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് എന്താണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ജോലി രാജിവെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്, ഈ ഒരു കൊലപാതകവും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ വേറൊരു കഥയായിരുന്നു പറഞ്ഞത്. അതായത് ആളും ആളുടെ ഗേൾ ഫ്രണ്ടും തമ്മിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ആകെപ്പാടെ ബ്രേക്കപ്പായി. അതിൻ്റെ ഒരു മനോവിഷമത്തിൽ ആള് എന്താ പറയുക, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാരി കെട്ടിങ്ങേറ്റ് അവിടെ നിന്ന് പോകുന്നതായിരുന്നു. ഇവൻ ആള് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ജോലി ചെയ്ത പൈസ വാങ്ങാനോ പോലും നിന്നില്ല. അത്രത്തോളം ഹാർട്ട് ബ്രേക്ക് ആയിട്ട് ആ ഒരു സമയത്ത് ആള് നേരെ തന്നെ വണ്ടി കയറി വന്നതാണ് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയായിരുന്നു. പോലീസുകാർ ആള് പറഞ്ഞതൊക്കെ ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ആള് പറഞ്ഞതും സത്യമാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവാണ്. അപ്പോൾ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 3 പേരുമല്ല ആ ഒരു കൊലപാതകത്തിന്റെ പിന്നിലുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസിന് വേറൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാത്ലിൻ മരിച്ചില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു റെഡ് ഹെയർ ഉള്ളൊരു പെൺകുട്ടി വന്നതായിട്ട് അവരുടെ നൈബർ കണ്ടതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. അപ്പോൾ ആരായിരിക്കും ആ ഒരു പെൺകുട്ടി എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങേറ്റ് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ ഒരു സമയത്ത് ആ സ്ത്രീയെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചു. അവരെങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും എന്തൊക്കെ തന്നെ ചെയ്തിട്ടും കേസ് ക്രാക്ക് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. സോളിഡായിട്ടുള്ളൊരു ലീഡ് കണ്ടെത്താൻ പോലും അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു കാത്ലിൻ്റെ ഫാമിലിക്ക് തോന്നി ഇനിയും പോലീസിനെ വിശ്വസിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എങ്ങോട്ടും എത്തില്ല. അപ്പോൾ ഏതെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ടോം ബീവൻസ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങേറ്റ് ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങേറ്റ് പറയുന്നത്. ടോമി ഒരു കേസിനെ കുറിച്ച് ഇങ്ങേറ്റൊക്കെ കണ്ടു പഠിച്ചു. അതിനുശേഷം ഈ ഒരു കേസ് അക്സെപ്റ്റ് ചെയ്യാണ്. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ കാത്ലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി അവരുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഡ്രോയറിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഡയറി കിട്ടി. ആ ഒരു ഡയറിയിൽ നോക്കിയപ്പോൾ ഈ ബില്ലെന്ന് പറയുന്ന ആൾക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും അതേപോലെ തന്നെ ലേറ്റ് നൈറ്റ് ആൾ സ്ഥിരമായിട്ട് പുറത്തു പോകാറുണ്ടെന്നും അതിൻ്റെ പേരിലാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ WAPS എന്ന് പറയുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എക്സാമിന് മുൻപ് തന്നെ അയാൾക്ക് കിട്ടിയതായിട്ടും ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ WAPS എക്സാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർഫോഴ്സിലുള്ള ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ്. ഈ ബില്ലാണെന്നുണ്ടെങ്കിൽ എയർഫോഴ്സിൽ സർജൻ്റായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻപേ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇയാൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന രേഖകളായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ടോമിന് ബില്ലിൻ്റെ മേൽ വീണ്ടും സംശയം വരികയാണ്. അപ്പോൾ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും തെളിവുകൾ ആൾക്ക് എതിരെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടായി ആളുടെ അന്വേഷണം. അപ്പോഴാണ് വേറെ ഒരു കാര്യം ആളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഈ കാത്ലിൻ മരിക്കുന്നതിനും ഏകദേശം 7 മാസങ്ങൾക്ക് മുൻപ് അവരുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ തുക ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതായത് ഉണ്ടായിരുന്ന തുകനെക്കാട്ടിലും കൂട്ടിയിട്ട് $3,15,000 എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തതും ഈ ഒരു ബില്ലായിരുന്നു എന്നുള്ളതും ആൾക്ക് വ്യക്തമാവുകയാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ബില്ലായിരിക്കും കാത്ലീനെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു ആളെത്തിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുടെ നിഗമനം 100% സത്യമാണ് എന്നുള്ളൊരു രീതിയിലോട്ടുള്ള ഒരു തെളിവ് ആൾക്ക് ലഭിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാത്ലീൻ്റെ മകളുണ്ടല്ലോ, ആ പെൺകുട്ടി അവരുടെ ഗ്രാൻഡ്മയുടെ അടുത്ത്, അതായത് കാത്ലീൻ്റെ അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് സംശയം അച്ഛനെയാണ്, അച്ഛൻ തന്നെ അമ്മയെ കൊന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ടോണി അങ്കിളുടെ കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടോണി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബില്ലിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പോലീസുകാരൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണം എന്നുള്ളത് ഈ കുട്ടികളുടെ അടുത്ത് ബില്ല് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരൊക്കെ വന്നിങ്ങേറ്റ് ചോദിച്ച സമയത്ത് ആ വീക്കെൻഡ് കംപ്ലീറ്റ് അച്ഛൻ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുട്ടികൾ നേരെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമായിരുന്നു ഗ്രാൻഡ്മയുടെ അടുത്ത് ഈ കുട്ടി തുറന്നു പറഞ്ഞത്. ഇതുകൂടെയൊക്കെ ആയപ്പോൾ ബില്ല് തന്നെയാണ് ഈ ഒരു കൊലപാതകി എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഏകദേശം 100% ക്ലാരിറ്റിയിലോട്ട് എത്തുകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഈ കുട്ടി ഗ്രാൻഡ്മയുടെ അടുത്ത് പറയാണ്. അതായത് അന്നത്തെ ദിവസം രാത്രി കിടന്നുറങ്ങിയല്ലോ, ഉറങ്ങിയതിന് ശേഷം അച്ഛൻ പുറത്തു പോയി കാർ എടുത്ത് കയറ്റി എങ്ങോട്ടോ പോകുന്നതിൻ്റെ സൗണ്ട് താൻ കേട്ടു എന്നുള്ളത് കൂടി ഇവർ കൂട്ടിച്ചേർത്തപ്പോൾ അവർക്ക് ഉറപ്പായി. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്തേക്ക് കൈമാറുകയായിരുന്നു. പോലീസുകാർ ഈ ഒരു ടോണിയെയും അതേപോലെ തന്നെ ബില്ലിനെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീടുള്ള ക്വസ്റ്റനിങ്ങിൽ കാത്ലീനെ കൊലപ്പെടുത്തിയത് താനാണെന്നുള്ളത് ബില്ല് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാത്ലീൻ്റെ ബില്ലിൻ്റെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ വർഷങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു ഇവർ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതിനിടയിൽ 2 കുട്ടികളും ഉണ്ടായി. എന്നാൽ ആ ഒരു സമയത്ത് ബില്ലിന് വേറൊരു അഫെയർ സ്റ്റാർട്ട് ചെയ്യാണ് വേറൊരു സ്ത്രീയുമായിട്ടും. അപ്പോൾ ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് ലേറ്റ് നൈറ്റ് പോവുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, അങ്ങനെ ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ടായി. ഇത് കാത്ലീൻ അറിഞ്ഞു. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് ഇവർ സെപ്പറേറ്റഡ് ആകാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. എന്നാൽ സെപ്പറേറ്റഡ് ആകുന്ന ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു തർക്കം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ആയിരുന്നു. ബില്ല് പറഞ്ഞു, കുട്ടികളെ ഞാൻ തരില്ല, കുട്ടികളെ എനിക്ക് വേണം, അപ്പോൾ കുട്ടികളുടെ കസ്റ്റഡി പൂർണ്ണമായിട്ട് എനിക്ക് വേണം, അപ്പോൾ ഞാൻ കേസ് കൊടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ ആൾ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്ത് കാത്ലീൻ ഒരു പരിപാടി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബില്ലിനെ ഭീഷണിപ്പെടുത്തായിരുന്നു. ഈ WIPS എക്സാമിന് നീ ചീറ്റ് ചെയ്ത കാര്യം എനിക്കറിയാം, അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ കുട്ടികളുടെ കസ്റ്റഡി എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്തായാലും സബ്മിറ്റ് ചെയ്യും, പിന്നെ നിൻ്റെ ജോലിയും കാര്യങ്ങളും പ്രിവിലേജും എല്ലാം പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ആൾ ആ ഒരു കേസ് പിൻവലിക്കുന്നത്. എന്നാലും ആളുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, കാത്ലീൻ എന്തെങ്കിലും ഈ വിവരം ആരോടെങ്കിലും പറയുമെന്നുള്ളത്. ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആൾ പിന്നീടുള്ള കാലങ്ങൾ തള്ളി നീക്കിയത്. അപ്പോൾ ഇത് പിന്നെ വേറെ ആരും അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാത്ലീൻ ഇല്ലാതാകണം. അപ്പോൾ കാത്ലീനെ കൊലപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടായിരുന്നു ആളെത്തിയത്. അതിനുവേണ്ടി ആൾ സെലക്ട് ചെയ്ത ദിവസമായിരുന്നു ജൂൺ 8-ാം തീയതി. അന്നത്തെ ദിവസം ഡിന്നറിന് തൻ്റെ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് ടോണിയുടെ അടുത്ത് ഈ ബില്ല് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ടോണി ഈ ബില്ലിൻ്റെ കുട്ടികളെയും കൊണ്ട് ഡിന്നറിന് പോയി. അന്നത്തെ ദിവസം വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. കുറച്ചുകൂടെ നേരത്തെ കുട്ടികളെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്ലീൻ്റെ അടുത്ത് ഇയാൾ വിളിച്ചു പറയുകയാണ്. അങ്ങനെ കാത്ലീൻ നേരത്തെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ്. അവരവിടെ എത്തി നോക്കുന്ന സമയത്ത് ബില്ല് മാത്രമുള്ളൂ, കുട്ടികളില്ല. അങ്ങനെ അവർ 1-2 പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് പ്രശ്നങ്ങളാവുകയാണ്. അടിയായി അലമ്പായി. അതിൻ്റെ ഇടയിലാണ് ഇയാൾ കഴുത്ത് ഞെരിച്ച് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആ സ്ത്രീയുടെ ബോഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിലാക്കിയിട്ട് ആൾ അടച്ചു വെച്ചു. അപ്പോഴത്തേനും കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്മ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡ്രാമ കളിക്കുന്നതും അതിനുശേഷം കാത്ലീൻ്റെ വീടിൻ്റെ അവിടോട്ട് പോകുന്നതും ഈ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതും പിന്നെ തിരിച്ചു വരുന്നതും. അപ്പോൾ അതിനുശേഷം ഈ ടോണിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ബോഡി ഒളിപ്പിക്കാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവർ രണ്ടുപേരും ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നേരെ ആളൊന്നുമില്ലാത്ത ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. ഇതിന് മുൻപ്, അതായത് ഈ ഒരു മേർഡറിന് മുൻപ് സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബോഡി നെയ്ക്കഡ് ആക്കിയതും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതും. പിന്നെ അവർ ഓൾറെഡി മിലിറ്ററിക്കാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താ പറയുക, സബ് കോൺഷ്യസ് മൈൻഡിൽ ഡ്രസ്സ് അങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു മിലിറ്ററി സ്റ്റൈലിലായിരുന്നു അവർ ആ ഒരു സ്ത്രീയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു മേർഡർ നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. കാത്ലീനെ കൊന്ന കുറ്റത്തിന് ബില്ലിന് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്.
ഈ ടോണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ഉള്ള കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു മാപ്പുസാക്ഷി ആയതുകൊണ്ട് കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തു. ഇത്രത്തോളമൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ ആ ചുവന്ന മുടിയുള്ള പെൺകുട്ടി ആരാണ്, അതേപോലെ തന്നെ ആ ഒരു ചുവന്ന മുടി അവരുടെ ഡ്രസ്സും ഒന്ന് എങ്ങനെ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വഴിതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ മുടിയും അതും ഇതൊക്കെ ആയിട്ട് പല തെളിവുകൾ അവിടെ ഇവിടെ ഒക്കെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ റെഡ് കളർ ഹെയറുള്ള ആ പെൺകുട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം കാത്ലിൻ ജോലിക്ക് വരാത്തത് കൊണ്ട് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചെന്നവരുടെ കൊളീഗായിരുന്നു. പിന്നീട് പോലീസുകാരെ അന്വേഷിച്ചപ്പോൾ അതാരാണെന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആ ഒരു കൊലപാതകവും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഫ്രണ്ടിനെ കൊളീഗിനെ അന്വേഷിച്ച് വന്നത് മാത്രമായിരുന്നു അവരെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ആദ്യം തന്നെ ബില്ലിലോട്ട് പോലീസുകാർ എത്തിയതായിരുന്നു. അതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിലുള്ള ഇഷ്യൂസും പിന്നെ അവരുടെ ഡ്രസ്സ് മിലിറ്ററി ടൈപ്പ് ഫോൾഡ് ചെയ്തിട്ടായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ആയിരുന്നു. പക്ഷേ ഇയാൾ ആ ഒരു വീക്കെൻഡ് മുഴുവൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലീസുകാർ ആ കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇയാൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ പോലീസിൻ്റെ അടുത്ത് അച്ഛൻ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു സസ്പെക്ട് ലിസ്റ്റിൽ നിന്ന് ആദ്യം ഇയാൾ ഒഴിവായി പോയത് കൊണ്ടാണ് ഈ ഒരു 2 വർഷം ടൈം എടുത്തത്. പിന്നീട് ആ ഒരു കുട്ടി തന്നെ പറയേണ്ടതായിട്ട് വന്നു, അച്ഛൻ കുറേ സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവസാനം ആ ഒരു കൊലപാതകം ചെയ്ത ബില്ലിനെ പിടികൂടുക തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.